കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സമ്മാനങ്ങളായി പാവകളെ വാങ്ങി നൽകാറുണ്ട്. നല്ല ഓമനത്വമുള്ള മുഖമുള്ള കുഞ്ഞു പാവകളെ. എവിടെയെങ്കിലും ഒന്ന് അമർത്തിയാൽ സംസാരിക്കുന്നതും പാട്ടുപാടുന്നതും കരയുന്നതുമായ പാവകൾ. എന്നാൽ നമ്മുടെ ഓരത്തിറങ്ങുന്ന ഈ പാവകൾ സമയം രാത്രിയോട് അടുക്കുമ്പോൾ, ചുറ്റും ഇരുട്ട് പരക്കുമ്പോൾ വെറുതെ സംസാരിച്ചു തുടങ്ങിയാലോ, ഉറക്കെ അലറിക്കരഞ്ഞാലോ, ഭയപ്പെടുത്തുന്ന ശബ്ദബീജികൾ പുറപ്പെടുവിച്ചാലോ, രാത്രിയുടെ യാമങ്ങളിൽ ഒരു മനുഷ്യന് ഭയക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇത്തരത്തിലുള്ള പതിനായിരക്കണക്കിന് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന പാവകൾ ഉറങ്ങുന്ന ഒരു ദ്വീപുണ്ട് അങ്ങ് മെക്സിക്കോയിൽ. അതെ, നമ്മുടെ പാവദ്വീപ്. മുഖങ്ങളോട് കൂടിയതും വികൃതമായ മുഖങ്ങളോട് കൂടിയതും മുഖങ്ങളില്ലാത്തതുമായ ഒരുപാട് പാവകൾ. ഈ പാവദ്വീപിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇറ്റ്സ് മീ അരുൺ. വെൽക്കം ടു അരുൺ ടോക്സ്. മെക്സിക്കോയിലെ പാവദ്വീപ് ലാ ഇസ്ല ദെ ലാസ് മൊണിക്കാസ് എന്നാണ് ഈ പാവദ്വീപിന്റെ യഥാർത്ഥ പേര്. മെക്സിക്കോയിലെ ഷോച്ചിമിക്കോ കനാലുകൾക്കിടയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1.5 മണിക്കൂർ മെക്സിക്കോയിൽ നിന്നും ബോട്ട് യാത്ര നടത്തിയാൽ നമുക്ക് ഈ ദ്വീപിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പാരാനോർമൽ കഥയാണ് നമ്മളിവിടെ പറയുന്നത്. ഏതൊരു പാരാനോർമൽ കഥയ്ക്കും അതിന് പിന്നിലായി ഒരു റിയൽ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു റിയൽ ഇൻസിഡന്റ് നമ്മൾ തുടങ്ങുകയാണ്. ഈ പാവദ്വീപിന് ഒരു കെയർ ടേക്കർ ഉണ്ടായിരുന്നു, ജൂലിയൻ സന്താനോ ബാറ്റെ. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിരവധി വർഷങ്ങൾക്ക് മുമ്പ് ഈ ദ്വീപിന് ചുറ്റുമുള്ള വെള്ളത്തിൽ ഒരു അസ്വാഭാവികമായ മരണം നടന്നിട്ടുണ്ട്. ദുരൂഹ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി അവിടെ താമര കുളത്തിൽ അല്ലെങ്കിൽ താമര വളർന്നു നിൽക്കുന്ന ആ വെള്ളത്തിൽ അതിൻ്റെ ആ താമര ചെടികൾക്കിടയിൽ മരണപ്പെട്ട് കിടക്കുന്നത് ആ ദ്വീപിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടു, അല്ലെങ്കിൽ ജൂലിയന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ അവർ ആ പെൺകുട്ടിയെ ആ ദ്വീപിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാവ ആ വെള്ളത്തിലൂടെ വീണ്ടും അവിടെ ഒഴുകി വന്ന് കരയ്ക്കടിയുണ്ടായി. അപ്പോൾ അതും ആരും അവിടെ ശ്രദ്ധിക്കാനൊന്നും പോയില്ല. ഒരു പാവക്കുട്ടി സ്വാഭാവികമായ രീതിയിൽ ഒഴുകി വരുന്നു, വെള്ളത്തിലൂടെ എന്തെല്ലാം ഒഴുകി വരും, അതുകൊണ്ട് തന്നെ അതിന് വലിയ ശ്രദ്ധ കൊടുത്തതുമില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാത്രിയിൽ അവിടുത്തെ കെയർ ടേക്കർ ആയിരുന്ന ജൂലിയൻ രാത്രിയിൽ ചില അസ്വാഭാവികമായ സംസാരങ്ങളും കരച്ചിലുകളും ഒക്കെ കേട്ടു. എനിക്ക് എൻ്റെ പാവയെ വേണം എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദമാണ് അദ്ദേഹം കേട്ടത്. അപ്പോൾ നടന്ന സംഭവങ്ങളുമായും ആ പാവ ഒഴുകി വന്നതൊക്കെ വെച്ച് കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ആ പെൺകുട്ടിയുടെ ആത്മാവായിരിക്കാം എനിക്ക് എൻ്റെ പാവ വേണമെന്ന് പറയുന്നത് കരയുന്നത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നും ആ പാവയെ ആ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ആ പെൺകുട്ടിയെ സംസ്കരിച്ചതിന് സമീപം കൊണ്ട് മരത്തിൽ തൂക്കിയിടുകയാണ് ചെയ്തത്. കുറച്ച് ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ പെട്ടെന്ന് പൊടുന്നനെ ഒരു കാരണവുമില്ലാതെ ജൂലിയൻ ചെയ്യുന്ന കൃഷി മുഴുവൻ നശിക്കുകയുണ്ടായി. അദ്ദേഹം വീണ്ടും ചിന്തയിൽ നിന്ന് അദ്ദേഹം മനസ്സിലായത് തൻ്റെ കൃഷി നശിക്കാനുള്ള കാരണം ആ പെൺകുട്ടിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഇഷ്ടങ്ങൾ നടക്കാത്തത് കൊണ്ടായിരിക്കും എന്നുള്ള ചിന്തയിൽ അദ്ദേഹം വീണ്ടും ഇതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി, കുട്ടിക്ക് ഈ പാവയോടുള്ള ഒരു ഇഷ്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ കുട്ടിയെ പ്രീതിപ്പെടുത്താനായി അദ്ദേഹം ഒരുപാട് പാവകളെ ആ ദ്വീപിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം പുറത്തു നിന്നും ഒരുപാട് പാവകളെ, അത് ചീത്തയായി പോയ പാവകൾ, മുഖമില്ലാത്ത പാവകൾ, കാലില്ലാത്ത ഭാഗങ്ങൾ, ശരീരഭാഗങ്ങളില്ലാത്ത പല പാവകളെയും അദ്ദേഹം ആ കുട്ടിയുടെ ചുറ്റും ഉള്ള മരങ്ങളിലും ചെടികളിലും ഒക്കെ അദ്ദേഹം തൂക്കിയിടുകയുണ്ടായി. അങ്ങനെ ഒട്ടനവധി പാവകൾ ആ ദ്വീപിലേക്ക് കുമിഞ്ഞുകൂടാൻ തുടങ്ങി. മാത്രമല്ല, ആ ദ്വീപിൽ ഈ പാവകൾക്ക് പുറമെ ഒരുപാട് ചിലന്തി വർഗ്ഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു ദ്വീപായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാവകളിലെല്ലാം ഈ ചിലന്തികൾ വലകെട്ടി ഒരു വികൃതമായ രൂപത്തിലേക്ക് മാറുന്നൊരു ഒരു പ്രദേശമായി മാറി ആ കുട്ടിയെ സംസ്കരിച്ച ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് കണ്ടാൽ പെട്ടെന്ന് ഭയം തോന്നുന്ന, അതായത് പാവകൾ വികൃതമായ മുഖങ്ങളോട് കൂടിയതും ശരീരഭാഗങ്ങളില്ലാത്തതുമായ പാവകൾ, അതിനു ചുറ്റും ചിലന്തികൾ കെട്ടിയ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം, ഇതൊക്കെ എത്രയും ഒരാൾക്ക് കണ്ടാൽ പെട്ടെന്ന് നമുക്കൊരു ഭയാനകമായ ഒരു സിറ്റുവേഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായെന്ന് പറയുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ജൂലിയൻ ഇങ്ങനെ കിട്ടാവുന്ന പാവകളെല്ലാം, ചപ്പുചവറുകളും കൂനകളും വേസ്റ്റുകളിൽ നിന്നും ഒക്കെ അദ്ദേഹത്തിന് കിട്ടാവുന്ന എല്ലാ പാവകളും അദ്ദേഹം അവിടേക്ക്, ഈ ഒരു കുട്ടിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ എന്നുള്ള അദ്ദേഹം അവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ സമയം കഴിഞ്ഞ് ഒരുപാട് കാലഘട്ടം കഴിഞ്ഞ് 2001 ജൂലിയൻ മരണപ്പെടുകയാണ് ചെയ്തത്.
2001 ജൂലിയൻ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അവിടേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ പാവ, ഒരു 10,000-ന് പുറത്ത് പാവകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അവിടെ കൊണ്ടുവന്ന ആദ്യ പാവയ്ക്ക് അദ്ദേഹം ഒരു പേരിട്ടിരുന്നു. അത് അഗസ്റ്റിനിറ്റ എന്നാണ് അദ്ദേഹം ആ പാവയ്ക്ക് പേര് കൊടുത്തിരുന്നത്. അഗസ്റ്റിനിറ്റയ്ക്ക് മറ്റു പാവകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പാവയായിരുന്നു. അതായത് തലയ്ക്ക് ചുറ്റും പൂക്കളൊക്കെ അലങ്കരിച്ചിരുന്ന ഒരു പാവയായിരുന്നു അഗസ്റ്റിനിറ്റ എന്ന് പറയുന്നത്. 2001 അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അവിടെ ഈ കഥകൾക്കൊന്നും ഒരു വിരാമമായിരുന്നില്ല. കഥകൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം മരിച്ചു കിടന്നത് ഈ പെൺകുട്ടിയെ സംസ്കരിച്ചതിന് സമീപമായിരുന്നു ജൂലിയൻ മരണപ്പെട്ട് കിടന്നത്. അത് കൂടുതൽ കഥകൾക്ക് ഇരയാവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുണ്ടായ കഥകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പെൺകുട്ടിയുടെ ആത്മാവാണ് അദ്ദേഹത്തെ കൊന്നത് എന്നും അതുകൊണ്ടാണ് അദ്ദേഹം ആ സംസ്കരിച്ച സ്ഥലത്തിന് സമീപത്ത് തന്നെയായി മരണപ്പെട്ട് കിടന്നതും അതുകൊണ്ട് അവിടെ ഒരു ആത്മാവ് അല്ലെങ്കിൽ പ്രേതം എന്നുള്ള ഒരു സങ്കല്പം ഉണ്ട് എന്നുള്ള കഥകൾ വീണ്ടും പ്രചരിക്കാൻ തുടങ്ങി. ജൂലിയന്റെ മരണശേഷം ആ ദ്വീപിന്റെ കെയർടേക്കറായി സ്ഥാനമേറ്റത് അദ്ദേഹത്തിന്റെ അനന്തരവനായ ജേവിയർ റൊമേറോ സാന്തെ എന്ന് പറയുന്ന ആളായിരുന്നു. ജേവിയർ പറയുന്നത് അഗസ്റ്റിനിറ്റ ആയിരുന്നു ഏറ്റവും കൂടുതൽ ജൂലിയൻ ഇഷ്ടപ്പെട്ട പാവ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടുത്തെ മ്യൂസിയത്തിൽ അഗസ്റ്റിനിറ്റ എന്ന പാവയെ സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇനി മരണത്തിന് ശേഷം അവിടുത്തെ കഥകൾ കൂടുതൽ, ഈ പാരാനോർമൽ കഥകൾ കൂടുതൽ പ്രചരിക്കാനുണ്ടായത്. അതായത് പെൺകുട്ടിയുടെ ശാപം ആ ദ്വീപിനെ ഒട്ടാകെ കവർന്നെടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ മൂടിയിരിക്കുന്നു എന്നുള്ള ഒരു കഥ അവിടെ പരക്കുകയും അതുകൊണ്ടാണ് ജൂലിയൻ മരണപ്പെട്ടത് എന്നും അവിടെ ഒരു കഥ പരക്കുകയുണ്ടായി. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് പിന്നീട് ജേവിയർ ഓരോ കഥകളായി പറയുന്നത്. അദ്ദേഹം പറയുന്നത് പല രാത്രികളിലും കരച്ചിലുകളും തേങ്ങലുകളും ഒക്കെ അവിടെ നിന്നും ആ ദ്വീപിൽ നിന്നും കേൾക്കുകയും ആ പെൺകുട്ടിയുടെ ശവ സംസ്കാരം നടന്നതിന് ചുറ്റും ഇങ്ങനെയുള്ള കഥ അല്ലെങ്കിൽ തേങ്ങലുകളും കരച്ചിലും ഒക്കെ കേൾക്കുന്നതെന്നും ജേവിയർ പറയും. പിന്നീട് പലപ്പോഴും എവിടെ നിന്ന് അറിയാതെ പല ശബ്ദങ്ങളും കരച്ചിലുകളും ഒക്കെ കേൾക്കുന്നുണ്ട് എന്നും അദ്ദേഹം ആ കരച്ചിലുകൾ കേൾക്കുന്ന ഭാഗത്തേക്ക് അദ്ദേഹം കൂടുതൽ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഈ ശബ്ദം കൂടുതൽ അകലേക്ക് പോകുന്നു എന്നും അദ്ദേഹം പറയുന്നു. ചിലപ്പോൾ ഈ ദ്വീപിന് ചുറ്റുമുള്ള വെള്ളത്തിന്റെ അടിയിൽ നിന്നും ശബ്ദം ഉയർന്നു വരാറുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കഥകളൊക്കെ പിന്നീട് അവിടെ വളരെ വ്യാപകമായി പ്രചരിക്കാനുണ്ടായത്. ഒരുപാട് പേർ ഈ കഥകളെയൊക്കെ വിശ്വസിക്കുമ്പോഴും ഒട്ടനവധി പേർ ഈ കഥകളെയൊക്കെ എതിർക്കുന്നുണ്ട്. ജൂലിയൻ തൻ്റെ കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചതിന് ശേഷം ഈ ദ്വീപിലേക്ക് വരികയായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മറ്റാരും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നതും അതിനുശേഷം അദ്ദേഹം പല ചിന്തകളും സ്വന്തമായി ചിന്തിച്ചു കൂട്ടുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഈ കഥകളൊക്കെ അവിടെ പ്രചരിക്കുന്നുവെന്നാണ് ഇവർ വാദിക്കുന്നത്. മാത്രമല്ല ഈ ജൂലിയൻ മരണപ്പെട്ട് കിടന്നത് ഈ കുട്ടിയുടെ, മരിച്ചുപോയ പെൺകുട്ടിയുടെ ആത്മാവിൻ്റെ ശാപം കൊണ്ടോ മറ്റോ ഒന്നുമല്ല, അദ്ദേഹം ഹൃദയാഘാതം മൂലമാണ്. മാത്രമല്ല അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് എപ്പോഴും, ഈ കുട്ടിയെ സംസാരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് എപ്പോഴും അദ്ദേഹം ചെലവഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായപ്പോൾ ആ സ്ഥലത്ത് തന്നെ അദ്ദേഹം മരണപ്പെട്ട് കിടക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. മറ്റുള്ളവർ പറയുന്നത് പോലെ അദ്ദേഹത്തിനെ ആ പെൺകുട്ടി അവിടേക്ക് കൊണ്ടുവരികയും അവിടെ വച്ച് അദ്ദേഹത്തിന് കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള കഥയൊക്കെ ഇവർ പറയുന്നത് അദ്ദേഹത്തിന് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് ഈ പെൺകുട്ടിയുടെയും ഈ പാവകളുടെയും അടുത്ത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നത് എന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ജൂലിയൻ്റെ മരണവും അദ്ദേഹം പറഞ്ഞ ഈ കഥകളുമൊക്കെ ആ ദ്വീപിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമാണ് സംബന്ധിച്ചത്. കാരണം അവിടെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട് കിടന്നൊരു ദ്വീപിലേക്ക് ഒരുപാട് സഞ്ചാരികൾ ഈ കഥയൊക്കെ കേട്ട് ആ കഥകൾ നേരിട്ട് കാണാനും കണ്ടറിയാനും ഒക്കെ ഒരുപാട് സഞ്ചാരികൾ ആ ദ്വീപിലേക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇത് ലോക ശ്രദ്ധയും പിടിച്ചു പറ്റി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഒറ്റപ്പെട്ട് കിടന്നൊരു ദ്വീപിന് ജൂലിയൻ്റെ ഒരു കഥ കൊണ്ട്, അത് കെട്ടുകഥയായാലും അത് റിയൽ കഥയായാലും ഒക്കെ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു ദ്വീപിന് ഈ ഒരു കഥ കൊണ്ടുണ്ടായത്. ഇനി ശാസ്ത്രീയമായി ഈ കഥകളെ എതിർക്കുന്നവരെ പറ്റി നമുക്ക് നോക്കാം. ശാസ്ത്രീയ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എതിർക്കുന്നവരെ നമുക്ക് നോക്കാം. അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അവർ പറയുന്നത് പീഡിയോഫോബിയ എന്നാണ് ഈ പാവകളെക്കുറിച്ചുള്ള ഭയത്തിനെ പൊതുവെ ശാസ്ത്രീയമായി പറയുന്നത്. ഈ സാധാരണയായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ കളിപ്പിക്കാനും അവർക്ക് രസമുണ്ടാക്കാനും വേണ്ടി നമ്മൾ പാവകളെ സമ്മാനിക്കുകയാണ് പതിവ്. എങ്കിലും പല സന്ദർഭങ്ങളിലും പലപ്പോഴും നമുക്ക് പാവയോടൊരു ഭീതി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് വികൃതമായ മുഖങ്ങളോട് കൂടി ഒരു പാവ ഒരു അസ്വാഭാവികമായ ഒരു സന്ദർഭത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ, പെട്ടെന്ന് രാത്രിയിലോ മറ്റോ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പാവ നമ്മൾ കാണുകയാണെങ്കിൽ, വികൃതമായ ഒരു പാവ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യനോട് സാമ്യമുള്ള രൂപങ്ങളായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പേടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിത് പുറത്ത് പറയുന്നില്ല എങ്കിലും പലർക്കും ഇതിനോടൊരു ഭയമുണ്ട്.
ഭയമുണ്ട്. ഇതിനാണ് പീഡിയോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭയം പലർക്കും ഉണ്ട്. അത് ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും എന്നുള്ള ഭയം സാധാരണയായിട്ട് ഉണ്ടാകാറുണ്ട്. ഈ ഭയം തന്നെയാണ് ഈ കഥകളിലും മുതലെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ജൂലിയനോ അല്ലെങ്കിൽ പിന്നീട് വന്ന ജേവിയറിനോ ഒക്കെ ഇത്തരത്തിലുള്ള ഭയങ്ങൾ, ഒരു കുടുംബത്തിലായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭയങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടാവുകയോ അതിനെ ചുറ്റിപ്പറ്റിയ ഈ കഥ ഉണ്ടായിരിക്കാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പാവങ്ങളോടുള്ള ഭയം ഒക്കെ സാധാരണ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു കഥ ഉണ്ടാകാൻ സാധ്യത എന്നും അവർ പറയുന്നുണ്ട്. 1943 മുതലാണ് പാവദ്വീപ് ആഗോള ശ്രദ്ധ നേടുന്നത്. മെക്സിക്കൻ ചലച്ചിത്ര സംവിധായകനായ എമിലിയോ ഫെർണാണ്ടസ് തൻ്റെ മരിയ കാണ്ടലേറിയ എന്ന ചിത്രം ഈ ദ്വീപിൽ വെച്ച് ചിത്രീകരിച്ചതോടെ ഇതിന് ലോക പ്രശസ്തി കിട്ടുകയാണ് ചെയ്തത്. വേൾഡ്സ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഹോണ്ടഡ് ഡോൾസ് എന്ന വിഭാഗത്തിൽ ഗിന്നസ് റെക്കോർഡും ഈ ദ്വീപ് നേടിയിട്ടുണ്ട്. ഒരുപാട് വിനോദസഞ്ചാരികൾ കൗതുകത്തിന് വേണ്ടി ഈ ദ്വീപിലേക്ക് എത്താറുണ്ട് എങ്കിലും ഇവർക്ക് ഇവിടേക്ക് ഈ കുട്ടിയെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ദ്വീപിലേക്ക് വരുന്നതിൽ ഒരു പാവക്കുട്ടി ഇല്ലാതെ ദ്വീപിലേക്ക് വന്നാൽ അത് പിന്നീട് തങ്ങളുടെ ലൈഫിനെ ബാധിച്ചേക്കാം, പെൺകുട്ടിയുടെ ആത്മാവിൻ്റെ ശാപം ബാധിച്ചേക്കാം എന്നുള്ള ചിന്താഗതിയിലേക്ക് ഒരുപാട് പേർ ഈ ദ്വീപിലേക്ക് പിന്നീടും പാവകളെ എത്തിച്ചു തുടങ്ങി. അങ്ങനെ ഒരുപാട് പാവകൾ ഈ ദ്വീപിൽ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. ഇനി എത്രത്തോളം പാവകളെ വേണമെങ്കിലും ഇങ്ങോട്ടത്തേക്ക് സഞ്ചാരികൾക്ക് എത്തിക്കാമെങ്കിലും ഇവിടെ നിന്നും ഒരു പാവകളെ പോലും പുറത്തേക്ക് കൊണ്ടുപോകാൻ അവർക്ക് അനുവാദമില്ല. ഇനി അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ അത് പിന്നീട് തങ്ങളുടെ ലൈഫിനെ, തങ്ങളുടെ കുടുംബത്തെ ബാധിക്കും, മുന്നോട്ടുള്ള ജീവിതത്തിനെ ബാധിക്കും എന്നുള്ള ഒരു ഭയവും അതിൽ നിന്നും അവരെ പിന്നിലേക്ക് വലിക്കാറുണ്ട്. ഇനി പലപ്പോഴും പല വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് വരുമ്പോഴും പലരും ഇതിനെ എതിർക്കാറുമുണ്ട്. അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കും പിന്നീട് ലൈഫിൽ ഉണ്ടാക്കുക എന്നുള്ള ഭയം, പേടിപ്പെടുത്തലൊക്കെ ഒരുപാട് പേര് ഉണ്ടാക്കാറുണ്ട്. എങ്കിലും സഞ്ചാരികൾ ഇതിനെ എതിർക്കുന്നവരും വിമർശിക്കുന്നവരും ഇതിനോട് പേടിയുള്ളവരും ഒക്കെ കൗതുകത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ദ്വീപിലേക്ക് ഇപ്പോൾ വരാറുണ്ട്. എന്നാൽ ഈ ദ്വീപിൽ ഇപ്പോൾ ജനവാസം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 മരത്തടിയിൽ ഉണ്ടാക്കിയ 2 വീടുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. പിന്നെ ഈ കുറച്ച് മരങ്ങളും അതുപോലെ ഈ കുറച്ച് പാവക്കുട്ടികളും ചിലന്തികളും ഒക്കെയാണ് ഈ ദ്വീപിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ശാസ്ത്രീയമായൊരു കണ്ടെത്തലുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കേട്ടത്, ഇങ്ങനെയുള്ള ഒരു കരച്ചിൽ കേൾക്കുന്നതെന്നും പാവക്കുട്ടിയിൽ നിന്നും ഒരു കരച്ചിലും സംസാരവും കേൾക്കുന്നതെന്നുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇത് കേട്ടിട്ടുള്ളത് വളരെ കുറവാണ്. ജൂലിയനും ഈ രണ്ടാമത് വന്ന ജേവിയറും ഒക്കെ മാത്രമാണ് ഈ ശബ്ദം കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് നമ്മൾ പറയാൻ കഴിയില്ല. അതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. കാരണം മറ്റാരും ഈ ഒരു ശബ്ദവും ഒന്നും കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ അവരുടെ തോന്നൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം